നമസ്കാരം. ഗവിജാതൻ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആരാണ് ഈ ഗവിജാതൻ എന്ന് പറയുന്നത്? പുരാണത്തിലെ ഒരു കഥാപാത്രമാണ്. ഒരു പ്രധാനപ്പെട്ട കഥാപാത്രത്തിൻ്റെ മറ്റൊരു പേരാണ് ഗവിജാതൻ എന്ന് പറയുന്നത്. പുരാണങ്ങളിൽ പാണ്ഡവ കഥ പറയുന്ന ഭാഗത്ത് പാണ്ഡവരുടെ പുത്രന്മാരിൽ പൗത്രഭാവത്തിലുള്ളതാണ് പരീക്ഷിത്ത്. അഭിമന്യുവിൻ്റെ മകനാണ്. ആ പരീക്ഷിത്ത് രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹം നായാട്ടിന് പോയതായിട്ടും നായാട്ടിന് പോയി അവിടെ ക്ഷീണിതനായി ഒരു മുനിയുടെ ആശ്രമത്തിൽ ചെന്നതായിട്ടും ആ ആശ്രമത്തിൽ ചെന്ന സമയത്ത് ധ്യാനനിഷ്ഠനായിരുന്ന മുനിയുടെ രീതി ഇഷ്ടപ്പെടാതിരുന്ന രാജാവ് അവിടെ കിടന്നിരുന്ന ഒരു ചത്ത പാമ്പിനെ എടുത്ത് ആ മുനിയുടെ കഴുത്തിൽ ഇടുകയും ചെയ്ത കഥ നമുക്കെല്ലാവർക്കും അറിയാം. ഇത് കണ്ടുകൊണ്ട് നിന്ന ആ മുനിയുടെ ശിഷ്യന്മാരിൽ ഒരാൾ അദ്ദേഹത്തിൻ്റെ മകനോട് പരിഹാസ രൂപേണ നിൻ്റെ അച്ഛൻ നാഗഭൂഷണനായിരിക്കുന്നു, പക്ഷേ നാഗം ചത്തതാണെന്ന് മാത്രം എന്ന് പരിഹസിച്ചതായിട്ട് കാണാം. ഈ പരിഹാസം ആ പുത്രനെ വല്ലാണ്ട് വിഷമിപ്പിച്ചു. ആ പുത്രൻ അവിടെ നിന്നുകൊണ്ട് തന്നെ കയ്യിൽ ജലമെടുത്ത് എൻ്റെ അച്ഛൻ്റെ കഴുത്തിൽ ചത്ത പാമ്പിനെ എടുത്തിട്ടവൻ ആരു തന്നെ ആയിരുന്നാലും ഇന്നേക്ക് 7-ാം ദിവസം തക്ഷകൻ കൊത്തി മരിച്ചു പോകാൻ ഇടയാകട്ടെ എന്ന് ശപിച്ചു. ശാപമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം അച്ഛൻ്റെ അടുക്കലേക്ക് വരുന്നത്. അച്ഛൻ്റെ അടുക്കലേക്ക് വന്നു. അതിനുശേഷമാണ് അറിയുന്നത് താൻ ശപിച്ചത് രാജ്യത്തെ രാജാവിനെയാണ് എന്ന്. ആ ശാപവൃത്താന്തം മറ്റൊരു ശിഷ്യനിൽ കൂടി രാജാവിനെ അറിയിക്കുകയും രാജാവ് ഈ വൃത്താന്തം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ മരണം അത് ഭയപ്പെടുത്തുന്നതാണെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല, എങ്കിലും എന്താണ് ശ്രേഷ്ഠമായ മാർഗം എന്നതിനെപ്പറ്റി ചിന്തിച്ചപ്പോഴാണ് വ്യാസപുത്രനായ ശ്രീ ശുകബ്രഹ്മർഷി അദ്ദേഹത്തിൻ്റെ അടുക്കലെത്തി ഭാഗവതം ഉപദേശിക്കുന്നതായിട്ടൊക്കെയുള്ള കഥ നമ്മൾ കേട്ടത്. അങ്ങനെ 7 ദിവസം കൊണ്ട് വ്യാസമഹർഷിയാൽ രചിക്കപ്പെട്ട ശ്രീമദ് ഭാഗവതം കൃത്യമായി പരീക്ഷത്തിന് ശുകബ്രഹ്മർഷി ഉപദേശിച്ചു കൊടുക്കുന്ന അതിനെയാണ് പിൽക്കാലത്ത് സപ്താഹമൊക്കെയായിട്ട് നമ്മൾ കാണുന്നത്. ഇവിടെ ഗവിജാതൻ എന്ന് പറയുന്നത് ഈ മുനിയുടെ പുത്രനാണ്. മുനിയുടെ പേര് ശമീകൻ എന്നാണ്. ശമീകൻ എന്ന മുനിയുടെ പുത്രൻ്റെ പേര് ചില ഗ്രന്ഥങ്ങളിലെങ്കിലും വ്യത്യസ്തമായിട്ട് കാണാൻ സാധിക്കും. ഒരിടത്ത് ശൃംഗി എന്ന് കാണാം, മറ്റൊരിടത്ത് ഗവിജാതൻ എന്ന് കാണുന്നു. ഇവിടെ ഗവിജാതൻ എന്ന് സൂചിപ്പിക്കുന്നത് ദേവീ ഭാഗവതത്തിൽ ഒരിടത്ത് കാണാൻ സാധിക്കും. ദേവീ ഭാഗവതത്തിലെ 2-ാമത്തെ സ്കന്ധത്തിൽ 8-ാമത്തെ അധ്യായത്തിലെ 24-ാമത്തെ ശ്ലോകത്തിൽ ഗവിജാതൻ എന്ന് ഈ മുനികുമാരൻ്റെ പേര് പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതാണ് ഗവിജാതൻ. ശമീക മഹർഷിയുടെ മകനായ ശൃംഗിയുടെ മറ്റൊരു പേരാണ് ഗവിജാതൻ എന്നത്. എല്ലാവർക്കും നമസ്കാരം.